കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം കർണാടകയിൽ നിന്നുമുള്ള ആളുകളുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക. പൂർണ്ണമായും പോലീസ് അകമ്പടി നൽകും വീടുകളിലേക്ക് എത്തും വരെ എന്നല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത്? തീർച്ചയായും എൽദോ തന്നെയാണ്. കാരണം എല്ലാ മൃതദേഹങ്ങളും അവരവരുടെ വീടുകളിലേക്ക് എത്തുന്നതിന് അതിനുവേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു അവസാനവട്ട തിരക്കുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ അദ്ദേഹം ബ്രീഫ് ചെയ്ത് അദ്ദേഹം എറണാകുളം റേഞ്ച് DIG ആണ് പുട്ട വിമലാദിത്യ. അദ്ദേഹം വിശദീകരിക്കുന്നത് മറ്റ് ജില്ലകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം തന്നെ പോകുന്നവർ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ പൈലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഒരു അകമ്പടി വാഹനം ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ലഭിക്കുന്ന ഒരു സമയക്രമം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കേട്ടതാണ്. 10:30 മാത്രമേ വിമാനം ഇവിടേക്ക് കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പൊതുദർശന ക്രമീകരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. കാരണം മന്ത്രിമാർക്കും മന്ത്രിമാർക്ക് ഇവിടെ മറ്റ് ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു ചുരുങ്ങിയ വൃന്ദം ആളുകൾ മാത്രമായിരിക്കും ഇവിടേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക, അവരുടെ വീടുകളിലേക്ക് ഇവരെ ഭൗതിക ശരീരം എത്തിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒട്ടും സമയം കളയാതെ തന്നെ വളരെ പെട്ടെന്ന് ബന്ധുക്കൾക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അധികം സമയം ഇവിടെ എടുക്കില്ല എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കുക, മന്ത്രിമാർക്കടക്കം അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളൊരു ക്രമീകരണത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനം അവർക്ക് ആദരവ് അർപ്പിക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 10:30 ആവും വിമാനം കൊച്ചിയിലേക്ക് എത്തുക. അതിനുശേഷമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കും. വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം അവരവരുടെ സ്വദേശത്തേക്ക് വീടുകളിലേക്ക് അവസാന യാത്ര പറച്ചിലിനായി എത്തിക്കും എന്നാണ് അറിയുന്നത്. എൽദോ, മൃതദേഹങ്ങൾ 10:30 കൊച്ചിയിലേക്ക് എത്തുക. വിമാനം കൊച്ചിയിലേക്ക് 10:30 എത്തുമെന്നാണ് കരുതുന്നത്. ഞാൻ മറ്റ് റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോവുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ കൊല്ലം ആയൂരിലേക്കുള്ള യാത്രയാണ്. മിഥുൻ, ഈ 10:30 മൃതദേഹങ്ങൾ കൊച്ചിയിലെത്താൻ എന്നറിയുന്നു. അവിടെ നിന്നും എത്തുമ്പോൾ വീണ്ടും താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? എപ്പോഴെത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എൽദോ, ഷമീറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ 10:30 ഒരുപക്ഷെ മൃതദേഹം എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോർക്കയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് 24 പേരാണ് ഇതുവരെ മലയാളികളായി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്ന. അതിൽ 23 പേരുടെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. 23 പേർ ആരാണ് എന്നുള്ള കാര്യം അത് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അത് നോർക്കയുടെ ഗ്ലോബൽ സർവീസ് നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തതാണ്. അവരുടെ ഡീറ്റെയിൽസ് പിന്നീട് നോർക്ക പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, നിരവധി പേർ, അതായത് ഏകദേശം 9ഓളം പേർ ഗുരുതരാവസ്ഥയിൽ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നോക്കുക കഴിഞ്ഞ ദിവസം രാത്രി പങ്കുവച്ചിരുന്നു. ഇന്ന് രാവിലെ അതിന്റെ അപ്ഡേഷൻ കൂടി വരേണ്ടതായിട്ടുണ്ട്. അവരിൽ 9 പേർ അധികം ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവരുടെ കാര്യം, അതായത് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ട ഏത് സ്വദേശികളാണ് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? അവിടെ ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അവർ എവിടെയുള്ള ആളുകളാണ് എന്നുള്ള തരത്തിൽ ഒരു ധാരണയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതായത് ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ, വിവരങ്ങളോ ഒന്നും തന്നെ നോർക്ക പുറത്തുവിടുന്നില്ല എന്നുള്ള നോർക്ക CEO വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പിന്നീട് അറിയിക്കാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പിന്നീട് നൽകാമെന്നുള്ളൊരു നിലപാടിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 9 പേർ, അതും മലയാളികളായിട്ടുള്ള 9 പേർ തന്നെയാണ് ഗുരുതരാവസ്ഥയിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 46 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. മൊത്തം മരണപ്പെട്ടതിൽ 46 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇനി തിരിച്ചറിയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ
ഒരു മലയാളിയുടെ മൃതദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 24 പേരിൽ 23 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മലയാളികളിൽ. അതിൽ ഒരാളുടെ മൃതദേഹം ഇനി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അവിടെ താമസിച്ചിരുന്ന സമീപത്തുള്ള സുഹൃത്തുക്കളെയോ ഒക്കെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അടക്കമുള്ള പരിശോധനകൾ ഈ ഗ്ലോബൽ സർവീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇനി DNA പരിശോധനയിലേക്ക് കടക്കണം. DNA പരിശോധനയിൽ മാത്രമേ ഇത് ആരാണ് എന്ന് വ്യക്തമാകാൻ സാധിക്കൂ എന്നാണ് നോർക്കയിലെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തത്. അതിന് കാലതാമസം എടുക്കും. ഏകദേശം 2 ആഴ്ചയോളം സമയം ഇതിന് വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയാണ് ഈ ബാക്കി ഉള്ള മൃതദേഹങ്ങൾ മാത്രമാണ് 46 പേരിൽ 45 പേരുടെ മൃതദേഹമാണ് ഇന്ന് ഈ ഒരു വ്യോമ മന്ത്രാലയത്തിന്റെ പ്രത്യേക വിമാനത്തിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങളുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷമീറിന്റെ മൃതദേഹം ഏകദേശം 8:30 ഒരു 8:30 നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും. അതിനുശേഷം അവിടുന്ന് ബന്ധുക്കൾ എല്ലാം തന്നെ അവിടേക്ക് പോയിട്ടുണ്ട്. തുടർന്നൊരു 10:30-11 മണിയോടുകൂടി ഈ ഒരു വസതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർക്ക അധികൃതർ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി കൂടുതൽ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരുണ്ട്, ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, സാരമായി പരിക്കേറ്റിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ആർക്കെങ്കിലും തിരികെ നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സാരമായി പരിക്കേറ്റിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാര പരിക്കേറ്റിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് നാട്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യപ്പെട്ടാൽ അതിനുവേണ്ടി പ്രത്യേക സർവീസുകൾ നടത്താനുള്ള ഒരു തീരുമാനം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ടി അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കൂടെ വിവരം കൂടി നോർക്ക അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 9 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. മിഥുൻ, എന്താണെങ്കിലും വിമാനം എത്താൻ വൈകുമെന്നാണ് ഡാനി കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നിന്നും ഔദ്യോഗിക ഒരു കൺഫർമേഷൻ വന്നത് 10:30 വിമാനം ലാൻഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ വീണ്ടും വൈകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും 10:30 വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്താണെങ്കിലും പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഓരോ വീടുകളിലേക്കും ഈ മൃതദേഹങ്ങൾ എത്തിക്കും. ആംബുലൻസുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കർണാടക, തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർ, അവർക്കുൾപ്പെടെ നമ്മൾ പോലീസിന്റെ അകമ്പടി നൽകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും അല്പസമയത്തിനകം. ഞാൻ ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി